മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ പറഞ്ഞു അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാകുന്നു. നമ്മൾ പറയുന്നത് ദൂതനായിരുന്നു എന്നല്ല, ദൂതനാകുന്നു എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മെ അറിഞ്ഞ് നമ്മുടെ ചലനങ്ങളെ രേഖപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. എവിടേക്കാണ് ജനങ്ങൾ അവരുടെ ആപൽഘട്ടങ്ങളിൽ നബിയിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് അവർക്ക് ഓടിച്ചെല്ലാനുള്ളത്? വേറെ ഒരു അഭയകേന്ദ്രമില്ല. ഏതു കാലത്തും നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമേതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്. അതുകൊണ്ടാണ് ഒരാളെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കും ഇതാരാണെന്നറിയുമോ? അതും ഇമാം ബുഖാരി ഉദ്ധരിച്ചത് തന്നെയാണ്. ആരാണെന്നറിയുമോ? വിശ്വാസികളായ മുഹിബ്ബീങ്ങളായ ആളുകൾ പറയും ഹാദാ റസൂലുള്ളാഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഞങ്ങളുടെ നേതാവായ മുത്തുനബിയാണ്. യഥാർത്ഥ വിശ്വാസികളല്ലാത്ത കപട വിശ്വാസികളായ ആളുകൾ പറയും ഇദ്ദേഹത്തെ കുറിച്ച് പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലാതെ മുത്തുനബി തങ്ങളെ സ്വന്തമാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. മുഹിബ്ബീങ്ങളായ ആളുകൾ പറയും ഹാദാ റസൂലുള്ളാഹ്, ഇത് ഞങ്ങളുടെ നേതാവായ മുത്തൊളി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം ഇന്നലത്തെ ചില കഥകൾ പറഞ്ഞു പോണതല്ല. ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സംസ്കരണം നൽകുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. كما برأت وصبا باللمس راحته وأطلقت أريبا من ربقة اللمم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഉമ്മ മകനെയും കൊണ്ട് വരികയാണ്. ഓ നബിയേ, എന്റെ മകന് തീരെ സുഖമില്ല, വലിയ മാനസിക വിഭ്രാന്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തലോടി, അയാൾ ഒന്ന് ഒമിറ്റ് ചെയ്തു. ഒരു വന്യമായ രൂപം അകത്തുനിന്ന് പുറത്തേക്ക് പോയി. പൂർണ്ണമായ രോഗം ശിഫയായി പോയി. ഇതുപോലെ എത്രയെത്ര ആളുകൾക്കാണ് മാനസിക വിഭ്രാന്തികൾ മാറി. എത്രയെത്ര ക്രൂരന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വിനയാന്വിതരായി. അജിയാലം മിനർ റിമമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോഴേക്ക് ക്രൂരന്മാരായ പരലക്ഷക്കണക്കിന് ആളുകളല്ലേ കാരുണ്യത്തിന്റെ പര്യായങ്ങളായി മാറിയത്. സ്വന്തം മുതുകിൽ നിന്ന് ജനിച്ച മക്കളെ കുഴിച്ചിടാൻ മടിയില്ലാതിരുന്ന, ജീവനോടെ കുഴിച്ചു മൂടാൻ മടിയില്ലാതിരുന്ന ഒരു ജനതയെ കാരുണ്യത്തിന്റെ അതുല്യമായ ഉദാഹരണമാക്കി മാറ്റിയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിലെ ആളുകളെ മുഴുവൻ അടിമുടി മാറ്റി. അവർക്ക് അവരുടെ സ്വന്തം മക്കളെ ജീവനോട് കുഴിച്ചു മൂടാൻ മടിയില്ലാത്തവരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മുഴുവനും അടിമുടി പരിവർത്തിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരാൾ തന്റെ വാഹനത്തിന്റെ മേലെ സഞ്ചരിക്കുമ്പോൾ ചാട്ടവാറ് താഴേക്ക് വീണാൽ അതെടുക്കാൻ മറ്റൊരാളോട് സഹായം തേടാൻ പോലും മടിച്ച് താഴ്മ കൊണ്ട് താഴെ ഇറങ്ങി എടുക്കുന്ന വിനയത്തിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടുവന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണെങ്കിൽ ബുറുദയുടെ ഓരോ വരികൾക്കും 1000 ആശയങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു വരിയും കൂടി പറഞ്ഞ് തൽക്കാലം നമുക്കിന്ന് നിർത്താം. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാണ്: وأحيت السنة الشهباء دعوته حتى حكت غرة في العسر الدهمي بعارض جاد أو خلت البطاح بها سيب من اليم أو سيل من العرم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ദാരിദ്ര്യത്തിൽ മാറിയ ഒരു വർഷം, ദാരിദ്ര്യത്തിന്റെ കാലം കാരുണ്യത്തിന്റെ കാലമായി മാറുകയാണ്. അത് കാലത്തിന്റെ നെറുകയിൽ ഒരു തിലകമായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ വിഷമിച്ചു പോയി നബിയേ. ഉമ്മമാരെ മക്കൾക്ക് പാല് കൊടുക്കുമ്പോൾ മാറിടത്തിൽ നിന്ന് പാലിന് പകരം ചോരയാണ് വരുന്നത്. നാൽക്കാലികൾക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. വരൾച്ച കൊണ്ട് ഞങ്ങളാകെ പൊറുതിമുട്ടിപ്പോയി നബിയേ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴ വേണമെന്ന് പറഞ്ഞു. ഒരുപാട് നിവേദനമുണ്ട് ഈ വിഷയം. അതിൽ ചിലതിൽ കാണാം, ഒരാൾ വന്ന സങ്കടം പറയാൻ, ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് പാല് കുടിക്കാൻ അമ്മിഞ്ഞ ചെയ്യുമ്പോൾ പാല് വരുന്നില്ല, നാൽക്കാലികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, എല്ലാം വലഞ്ഞുപോയി, തങ്ങളെ ഞങ്ങൾക്ക് മഴ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തേക്ക് നേത്രമുയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. വന്നു പറയുന്ന സമയത്ത് മദീനയുടെ അന്തരീക്ഷത്തിൽ എവിടെയും ഒരു മേഘത്തിന്റെ ചീന്തുപോലും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴ വേണമെന്ന് വന്ന് പറയുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണ് മദീനയിൽ, എവിടെയും ഒരു മേഘത്തിന്റെ ചീന്തുപോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുകയാണ്. അപ്പോഴേക്ക് എവിടെ നിന്നെന്നറിയില്ല, മല പോലെ മേഘങ്ങൾ വന്നു, മദീനയിൽ അങ്ങ് പെയ്യാൻ തുടങ്ങി. പിന്നെ 7 ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല. ഞങ്ങളാകെ മുഴുവനും മഴയായി. അടുത്ത വെള്ളിയാഴ്ചയായപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ആദ്യം പറഞ്ഞ ആൾ തന്നെയാണോ അടുത്തയാളാണോ? വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങൾ മഴ കൊണ്ട് കുളിച്ചാണ് വീട്ടിലേക്ക് പോയത്, പിന്നെ ഒരാഴ്ച ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല. അടുത്ത ആഴ്ച വന്നിട്ട് പറഞ്ഞു, നബിയേ, സൈബും മിനൽ യമ്മി ഔ സൈലും മിനൽ അരിമി, ഇവിടെ വെള്ളം തന്നെ, സർവത്ര വെള്ളം തന്നെ, വെള്ളമേറിപ്പോയി നബിയേ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അലൽ അകാമി വൽ ജിബാൽ വഅലാ മനാബിതിശ് ശജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ നീങ്ങാൻ വേണ്ടി ദുആ ചെയ്യുന്നു. ഉടനെ ഞങ്ങൾക്ക് സൂര്യൻ കാണാനായി. വെയിലുകൊണ്ടാണ് ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതേത് ആകുലതകളുടെയും പരിഹാരമാണ്, ഏതേത് ആശങ്കയുടെയും പരിഹാരമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എല്ലാം നൽകാൻ പറ്റുന്ന സ്രോതസ്സാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നറിയണേ. അനുരാഗത്തിന്റെ ലോകത്തിൽ ലയിച്ചു ചേർന്ന് സ്നേഹപാത്രത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും പറഞ്ഞു വരുമ്പോഴാണ് വസ്തുതാപരമായ ചില അവലോകനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പ്രേമിക്കുന്ന പ്രേമ കേന്ദ്രം ഏതാണെന്നറിയുമോ? ഒരു താൽക്കാലിക നൈമിഷികമായ പ്രണയത്തിന്റെ പാത്രമല്ല, എല്ലാം തരാൻ പറ്റുന്ന നേതാവാണ്.